ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കിലെത്തി. ഗുരുവിനോട് തൻ്റെ സങ്കടവും വേദനയുമെല്ലാം ഉണർത്തിച്ചു. ഗുരു, ജീവിതത്തിൽ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഒരു പ്രതിസന്ധി തീരുമ്പം ഞാൻ വിചാരിക്കും, ഇതങ്ങ് തീർന്നല്ലോ, ഇനി സുന്ദരമായി സുഗമമായി ജീവിതത്തെ നയിക്കാം എന്ന്. എന്നാൽ ഓരോ പ്രതിസന്ധിയും കഴിയുമ്പോഴും പുതിയതായി എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുക. ചുരുക്കത്തിൽ സ്വസ്ഥതയില്ല, എപ്പോഴും ആകുലതയും ആവലാതികളും ഇന്നലെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെയാണ് എൻ്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗുരു എന്തെങ്കിലും ഒരു സന്ദേശം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ വ്യക്തി ഗുരുവിൻ്റെ മുൻപിൽ ഉണർത്തിച്ചു. ഈ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, ശാന്തമായി ഇരിക്കുക. കുറച്ചു നേരം അദ്ദേഹവുമായിട്ട് ഹൃദ്യമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ ഈ ശിഷ്യന് കൊടുത്തു. കുടിക്കുന്നതിന് മുൻപ് ഈ ശിഷ്യനോട് ഗുരു പറഞ്ഞു, ഈ വെള്ളം ഇപ്പോൾ കുടിക്കരുത്. കുടിക്കുന്നതിന് മുൻപ് കുറച്ച് ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇടണം, നന്നായി ഇളക്കിയിട്ടേ ഈ വെള്ളം കുടിക്കാവൂ എന്ന് പറഞ്ഞു. ഗുരു തൻ്റെ അടുക്കലിരുന്ന ഒരു ഭരണയിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഉപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി അദ്ദേഹത്തോട് പറഞ്ഞു ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിക്കുവാനായിട്ട്. ഈ ശിഷ്യൻ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ വീണ്ടും ഗുരു പറഞ്ഞു, അത് കുടിച്ചേ പറ്റൂ, കുടിക്കണം, കുടിച്ചു മുഴുവൻ തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവന് മനസ്സില്ലാ മനസ്സോടെ ആ ഉപ്പുവെള്ളം കുടിക്കുവാനായിട്ട് ശ്രമിച്ചു. ഒരു കവിള് കുടിച്ചു, പിന്നെ അവന് കുടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഗുരു പറഞ്ഞു, സാരമില്ല, ബാക്കി അവിടെ വെച്ചോളൂ. അവൻ്റെ മുഖത്തെ വേദനയും ദുഃഖവുമൊക്കെ ഗുരുവിന് മനസ്സിലാക്കാൻ സാധിച്ചു. ദുഃഖത്തിൻ്റെ ആഴം അതെത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഗുരു അവനോട് പറഞ്ഞു, നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഈ ഗുരുവും ശിഷ്യനും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മനോഹരമായ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പടവുകളിൽ ഗുരുവും ശിഷ്യനും കൂടെ ഒരുമിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചു നേരം അവർ സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടു. വീണ്ടും ഈ ഗുരു തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആ ചെപ്പിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്ത് ഈ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉപ്പ് കുളത്തിലെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുക. അതിനുശേഷം ഈ കുളത്തിലെ വെള്ളം കുടിക്കുവാനായിട്ട് നീ ശ്രമിക്കണമെന്ന്. ശിഷ്യനത് സന്തോഷത്തോടെ ചെയ്തു. ഉപ്പ് കൊടുത്തു, ഈ കുളത്തിലേക്ക് ആ ഉപ്പ് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഗുരു പറഞ്ഞു, ഈ വെള്ളം പതുക്കെ രുചിച്ചു നോക്കുവാനായിട്ട്. അവൻ തൻ്റെ കൈയെല്ലാം കഴുകിയതിന് ശേഷം ഈ കുളത്തിലെ വെള്ളമെടുത്ത് രുചിച്ചു നോക്കി. ആ വെള്ളം ശുദ്ധമായ വെള്ളമായിരുന്നു, പ്രത്യേകിച്ച് ഉപ്പ് രസമൊന്നുമില്ലായിരുന്നു. അവന് ആ വെള്ളം കുടിക്കുവാനായിട്ട് സാധിച്ചു. ഗുരു പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ സംഘർഷങ്ങളും പ്രതിസന്ധികളും മാനസിക ക്ലേശങ്ങളുമൊക്കെ. നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ആ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ജീവിതം ഇങ്ങനെ പാഴാക്കിക്കളയുക. ഒരുപക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് തന്നെ ചിന്തിച്ച് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ പുതിയ വാതിലുകളൊന്നും തുറക്കില്ല എന്ന ചിന്തയോടെ ആ ദുഃഖത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുവാനായിട്ട് ശ്രമിക്കുമ്പം ഈ ശിഷ്യന് സംഭവിക്കുന്നത്. അതായത് ഗ്ലാസ്സിലിട്ട ആ ഉപ്പ് അത് കലർത്തി വെള്ളം കുടിക്കുവാനായിട്ട് ശ്രമിച്ചപ്പം അതവന് സാധിച്ചില്ല. എന്നാൽ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം
പുതിയ വാതായനങ്ങൾ തേടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അവന് ആ പ്രതിസന്ധിയെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു. പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുവാനായിട്ട് സാധിച്ചു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് മനസ്സ് വലിപ്പമുള്ളതാവുക, മനസ്സിന് വലിപ്പമുണ്ടാവുക, അത് മാത്രമാണ് പ്രതിസന്ധികളെ നേരിടുവാനുള്ള പോംവഴിയെന്ന് മന്ത്രിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് എത്രമാത്രം വലിപ്പമുണ്ടാകുന്നുവോ അതനുസരിച്ച് മാത്രമേ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ മരണത്തിൻ്റെ മുൻപിൽ തളരാത്ത പതറാത്ത വ്യക്തികളുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളോട് ഡോക്ടേഴ്സ് പറയുകയാണ്, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നു, മുമ്പോട്ട് അധികം ജീവിതമൊന്നുമില്ല, മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. എങ്ങനെയാ നമ്മൾ ആ പ്രതികൂല സാഹചര്യത്തെ നേരിടുവാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്? മരണത്തിന് മുൻപിൽ പതറാതെ നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ജീവിതത്തെക്കുറിച്ച് വിശാലമായ ഒരു വീക്ഷണമുണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാ ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സാധിക്കുക? അങ്ങനെ നേരിട്ട വ്യക്തികളുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്, വർക്ക് ചെയ്തിരുന്നത്. 2-2.5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഏകദേശം 6.5-7 മാസങ്ങൾക്ക് മുൻപാണ് മാരകമായ രോഗം പിടിപെട്ട് എന്നത് വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുന്നത്. ഇദ്ദേഹം ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലായിരുന്നു. രോഗം പിടിപെട്ടു എന്നറിഞ്ഞപ്പം വലിയ ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടായത്. കാരണം എനിക്ക് ഈ സഹോദരനെ അടുത്തറിയാം, 2 പെൺകുട്ടികളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്. ഏകദേശം 2.5-3 ആഴ്ചയെടുത്തു ഇതിനെ ഒന്ന് സ്വീകരിക്കുവാനായിട്ട്. കാരണം ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥന വേണം, അതോടൊപ്പം മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഏകദേശം 1 മാസത്തിനുള്ളിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് പറക്കുവാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ജീവിത പങ്കാളി ഒരു വീട്ടമ്മയായിരുന്നു. ഈ മേഖലയിലൊന്നും ഒരു പ്രാവീണ്യമില്ലായിരുന്നു. എന്നാൽ പതുക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ജീവിത പങ്കാളിക്ക് പറഞ്ഞു കൊടുത്ത് ഓഫീസിൻ്റെ ചുമതലകൾ പതുക്കെ കൈമാറുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 പെൺകുട്ടികളാണ്. ഒരാൾ MBA കഴിഞ്ഞ് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി ചെറിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. 2ാമത്തെ ആൾ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പിതാവിനും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ചാണെങ്കിൽ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അവരെ നല്ല നിലയിലെത്തണം, അവർക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കണം, അവരെ പറഞ്ഞയക്കണം. ഈ പിതാവിനും ആഗ്രഹങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മൂത്ത പെൺകുട്ടിക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചു. ജീവിത പങ്കാളി എബ്രോഡാണ്. അതുകൊണ്ട് വിവാഹം ഉറപ്പിച്ച ആ സമയം തന്നെ നല്ല ആഘോഷത്തോടു കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു വിവാഹം വരെ ജീവിച്ചിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന്. അങ്ങനെ അദ്ദേഹം ജീവിതത്തെ ക്രമീകരിച്ചു. പിന്നെ കുറച്ച് ലാൻഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ പേരിൽ എഴുതി വെച്ചു. അതോടൊപ്പം അദ്ദേഹം തൻ്റെ കമ്പനിയിലുള്ള കൂടെയുള്ള വർക്കേഴ്സിനെ ഒന്നും മറന്നില്ല. അവർക്ക് വേണ്ട ബെനഫിറ്റും അടുത്തുള്ള വർഷങ്ങളിലേക്കുള്ള സാലറി കൂട്ടുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വന്നു. ഒരു ചടുലമായ ഒരു നീക്കം, പെട്ടെന്നുള്ള ഒരു നീക്കം, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജീവിത പങ്കാളി വിങ്ങിപ്പൊട്ടുമായിരുന്നു. അവർക്കറിയാമായിരുന്നു
എന്തൊക്കെയാ ചെയ്തു കൂട്ടുക, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ അറിയാമായിരുന്നു. എന്നാൽ സംയമനത്തോടെ സപ്പോർട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അധിക നാളുകളൊന്നും അദ്ദേഹത്തിന് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിച്ചില്ല. രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടു. അവസാന നാളുകളിലൊക്കെ അദ്ദേഹത്തിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ദൈവമേ, ഇത്രയും വർഷക്കാലം എനിക്ക് ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിച്ചല്ലോ. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ കുടുംബം, അതെല്ലാം അങ്ങനെ ഏൽപ്പിച്ചതാണ് ഈ ഭൂമിയിലെ ഈ യാത്രയിൽ. ഈ ഭൂമിയിലെ ഈ യാത്രയിൽ ഇവരെയൊക്കെ എന്നെ ഏൽപ്പിച്ചല്ലോ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. അതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ വ്യക്തി യാത്രയായി. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ആ കുടുംബം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ജോലിയൊക്കെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആ ഇൻഷുറൻസ് കമ്പനിയൊക്കെ, ആ ഓഫീസ് കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസൊക്കെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവരും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ മുൻപിൽ പതറാത്ത വ്യക്തികളുണ്ടോ, കുടുംബങ്ങളുണ്ടോ? മരണത്തിന് മുൻപിൽ പതറാതെ നിൽക്കുവാൻ സാധ്യമാകണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. ജീവിതം ക്രിസ്തുവാണ്. കാരണം എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു. ദൈവം എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അത് കുടുംബജീവിതത്തിലാവാം, പൗരോഹിത്യ ജീവിതത്തിലായിരിക്കാം, സന്യാസ സമർപ്പണ ജീവിതത്തിലായിരിക്കാം. അതെല്ലാം എൻ്റെ നാഥന് വേണ്ടി, എൻ്റെ ദൈവത്തിന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ ചെയ്യുവാൻ ശ്രമിച്ചു ജീവിതത്തിൽ. ഇനി മരണം നേട്ടമാണ്. കാരണം എന്താ? ഈ ജീവിതകാലത്ത് പ്രതികൂല സാഹചര്യങ്ങൾ അടിക്കടി ഉണ്ടായിരുന്നു. തനിയെ സഞ്ചരിക്കേണ്ട നിമിഷങ്ങളുണ്ടായിരുന്നു. ചേർത്ത് നിർത്തിയവരൊക്കെ അകന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ, അവഗണനയുടെ, തിക്ത അനുഭവങ്ങളുടെ ഒരു ജീവിതമുണ്ടായിരുന്നു. ഈ ജീവിതത്തിലൊക്കെ അതിനെയൊക്കെ തുഴഞ്ഞ് അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. ഓരോ പ്രതിസന്ധി കഴിയുമ്പോഴും മനസ്സിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടേയിരുന്നു. മനസ്സിൻ്റെ വലുപ്പം ചെറുതായില്ല. എല്ലാവരെയും അംഗീകരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, സ്നേഹിക്കുവാൻ സാധിച്ചു. പിന്നെ മരണം നേട്ടമാണ്. കാരണം എന്താ? മരണക്കിടക്കയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും, ഓ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രമാത്രം എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. ഒരുപക്ഷെ 2 ജന്മങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ വെറും ഇത്ര വർഷം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന ബോധ്യം, അത് മതി. അവിടെയാ മരണം നേട്ടമായിട്ട് മാറുന്നത്. മരണം നേട്ടമാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? നീളുന്ന നമ്മുടെ ജീവിതയാത്രയിൽ ജീവിതം 80, 90, 100 വർഷങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. നന്മകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിൽ പങ്കുചേർന്നവര് ഒരുപക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാവാം. നമുക്കറിയാലോ, ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ അവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ മനസ്സിൻ്റെ വേദന, ദുഃഖം, നൊമ്പരം. ചിലരൊക്കെ പങ്കുവച്ചിട്ടുണ്ട്, ഒരു കൈ മുറിഞ്ഞു പോയ, അറ്റുപോയ ഒരു ഫീലിങ്സ് ആണ് ചേർത്ത് നിർത്തിയവരൊക്കെ അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന്. അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വന്ന വ്യക്തികൾ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, നിന്ദനങ്ങളും അവഹേളനങ്ങളും പരിഹാസങ്ങളും ചെയ്തതിനനുസരിച്ചുള്ള അർഹത ലഭിക്കാത്ത സാഹചര്യങ്ങളും, ഇവിടെയെല്ലാം മനസ്സ് മരവിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം യാന്ത്രികതയിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ പ്രിയപ്പെട്ടവരെ അല്പം കൂടെ
സുന്ദരമാക്കുവാൻ. കാരണം ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. മരണം നേട്ടമാകുന്നത് എങ്ങനെയാ? ജീവിതകാലത്ത് ദൈവം ആഗ്രഹിച്ചതുപോലെ ചെയ്യുവാൻ സാധിച്ചു. അപ്പോഴാണ് മരണം നേട്ടമായിട്ട് മാറുക, സ്വർഗീയ സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ബ്രസീലിലെ മഴക്കാടുകളിൽ ഈ വേനൽക്കാലം അവസാനിക്കാറാകുന്ന സമയത്ത് ഒരു പൂവ് വിടരും. ആ പൂവിന് വെറും 3 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോ കളറാണ് ആ പൂക്കൾക്ക്. ഒന്നാമത്തെ ദിവസത്തെ ആ പൂ വിടരുമ്പോൾ ഉണ്ടാകുന്ന കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. നമുക്കറിയാലോ, ഈ പർപ്പിൾ കളർ എന്ന് പറയുന്നത് നിഗൂഢതയുടെ ഒരു കളറാണ്, നിറമാണ്. ഇന്നലകൾ നിഗൂഢമാണ്. ഇനി നിഗൂഢമായ ഇന്നലകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതുമാത്രം സ്വീകരിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ പർപ്പിൾ കളർ നമ്മൾക്ക് നൽകുന്നത്. ഇനി രണ്ടാമത്തെ ദിവസം ഈ പൂവിൻ്റെ കളർ ലാവണ്ടർ കളറാണ്. ഇത് സന്തോഷത്തിൻ്റെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു കളറാണ്. ഓജസ്സും ഔചിത്യവും ജീവിത വീക്ഷണവും ഒക്കെ നൽകുന്ന ഒരു കളർ. അതായത് ഇന്നത്തെ ദിവസം അത് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള പ്രചോദനം നൽകുന്ന ഒരു കളർ. നല്ല നല്ല ഓർമ്മകൾ ഓരോ നിമിഷവും നൽകുന്ന ഒരു കളർ. ഇനി മൂന്നാമത്തെ ദിവസത്തെ കളറ് മങ്ങിയ കളറാണ്. അതായത് ഈ പൂവിൻ്റെ ആയുസ് തീരുകയാണ് ചെയ്യുന്നത്. മങ്ങി മങ്ങി ഭൂമിയോട് അത് അരിഞ്ഞു ചേരുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരടയാളം. ഇനി ഈ മങ്ങിയ കളർ ഇല്ലാതാവുന്നതിൻ്റെ ഒരു കളറാണ്. സ്നേഹമുള്ളവരെ, ഈ പൂവിൽ നിന്ന് നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാം. ആദ്യത്തെ കളറ് പർപ്പിൾ കളറ്, രണ്ടാമത്തേത് ലാവണ്ടർ കളറ്, മൂന്നാമത്തേത് മങ്ങിയ നിറം. ജീവിതത്തിലെ ഇന്നലകൾ നിഗൂഢങ്ങളാണ്. ഇനി ഇന്നലകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ, മുമ്പോട്ട് പോകുവാനായിട്ട്. അത് മാത്രം നമ്മൾ എടുക്കുക. ഇനി ഇന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പം ഇന്നലകളിലെ തിക്ത അനുഭവങ്ങൾ തികട്ടി വരും. അങ്ങനെ ചിലർ പറയാറുണ്ട്, അച്ചോ ഇന്ന് സന്തോഷമാണ്, പക്ഷേ ഈ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുമ്പം അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, ജീവിത പങ്കാളി, സഹപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം ഭയങ്കര വിഷമമാണ്. അത് ഇന്നത്തെ സന്തോഷം കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കെന്താ ചെയ്യേണ്ടത്? ഇന്നലകളെ ഓർത്തിരുന്നാൽ മനസ്സ് ചുരുങ്ങി പോവുകയാണ്. ഇന്നലകളെ ഓർത്തിരുന്നാൽ ഇന്ന് സന്തോഷമായിട്ടിരിക്കുക. ഇന്നലകൾ അതിൽ എന്തോ ഒരു പാഠം പഠിച്ചു, അത് മതി. ഇനി നാളെ നിറം മങ്ങി ഈ പൂവില്ലാതാവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതവും കുറച്ച് കഴിയുമ്പം അസ്തമിക്കുമെന്ന്. നിറം മങ്ങി ഇല്ലാതാകുമ്പോഴും ഇന്നലകളിലെ ആ ഓർമ്മകൾ, അതായത് നല്ലത് മാത്രം തരുന്ന ഓർമ്മകൾ, അത് മുറുകെ പിടിച്ച് ജീവിക്കുവാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി. നമുക്കറിയാലോ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ അരികിലിരുന്നാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. വാതോരാതെ അവർ സംസാരിക്കും. അവർ സംസാരിക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ നേടിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് പറയും. നേടിയ കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ചില വ്യക്തികളുണ്ട്, ദുഃഖം മാത്രം, അത് മാത്രം എപ്പോഴും ആ കുടുംബം, ഈ വ്യക്തി, എൻ്റെ മകള് ഭയങ്കര ബുദ്ധിമുട്ടാണ് നൽകിയത്, അത് മാത്രം ഓർത്ത് കുറ്റം പറയുന്നവരുണ്ട്. എന്നാൽ വേറെ കുറച്ച് പേര് അവർ ചെയ്ത കാര്യങ്ങൾ, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അത് മാത്രം പറയുന്ന വ്യക്തികളുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിഗൂഢമായവ, വേദനിപ്പിക്കുന്നവ
അങ്ങ് മാറ്റിവെക്ക് ഒരു ഷെൽഫിലേക്ക്. അതത്ര എളുപ്പമല്ല, പക്ഷെ അത് മാറ്റിവെച്ചേ മതിയാവും. ഒന്ന് മാറ്റിവെക്കണം. നാളുകൾ അത് ഇന്നിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ലേ? ഇന്നിലെ സന്തോഷം നാളെ ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് പ്രചോദനമാവട്ടെ. അതാണ് ജീവിതത്തിൽ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. കാരണം എന്താ? ദൈവം നമ്മെ സൃഷ്ടിച്ചത് കഴിവുകൾ നൽകിയ. ഇനി ദൈവത്തോട് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യമായി. സ്നേഹമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പര തുടങ്ങിയിട്ട് ഇന്ന് 100ാമത്തെ എപ്പിസോഡ് പൂർത്തിയാവുകയാണ് ചെയ്തത്. ആദ്യത്തെ ഏതാനും എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എങ്ങനെയാണിത് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക? കാരണം വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും നൽകിയ ആ പ്രോത്സാഹനങ്ങൾ, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വന്നു കഴിയുമ്പം ഇത് TV-യിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്, ഗുഡ്നെസ് TV-യുടെ യൂട്യൂബ് ചാനലിൽ അത് വരുന്നുണ്ട്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട് എന്ന്. അതോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ടീം അംഗങ്ങൾ ഒത്തിരി പേരുടെ ആ ഒരു പ്രവർത്തനം, അധ്വാനം, അതുമൂലമാണ് ഇവിടം വരെ എത്തുവാനായിട്ട് സാധിച്ചത്. സ്നേഹമുള്ളവരെ, ഈ നിമിഷം പ്രത്യേകിച്ച് 100ാമത്തെ എപ്പിസോഡ് വരെ എത്തുവാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളും വരും. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ, ശൂന്യതയിലൂടെ പോകുന്ന നിമിഷം, അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പം, ഒരു ടീം വർക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ കുടികൊള്ളുകയാണ് ചെയ്തത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും നൊമ്പരങ്ങളും നാഥ ഏറ്റെടുക്കണമേ. മനസ്സിൻ്റെ വലുപ്പം കൂട്ടി ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നലകൾ മറക്കാൻ, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാൻ, ഇന്ന് ജീവിച്ച് നാളെക്കുറിച്ച് ദൈവം തരുമെന്ന പ്രതീക്ഷയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.